Rina Joby. Again, welcome back to Soren Spicy. Soren Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേമിയ ഉപയോഗിച്ചിട്ടാണ്. സേമിയ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഉപ്പുമാവാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഒന്നല്ല, വളരെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ന്യൂട്രിറ്റീവ് വാല്യുള്ളൊരു ഫുഡാണ്. പിന്നെ എന്നും കഴിച്ച ബ്രേക്ക്ഫാസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ സേമിയ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള പൊടിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കുതിർത്തിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ബീൻസ് ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് വേണം, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു പിഞ്ച് കായപ്പൊടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വേണ്ടിയിട്ട് ഈ പാനിൽ തന്നെ വെക്കരുത്. ഈ പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പാനിൽ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി സേമിയ ചൂടാറി വരുമ്പോഴേക്കും നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ സേമിയ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സേമിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി തിളച്ച് വരുന്ന വെള്ളത്തിലാണ് നമ്മൾ സേമിയ ഇട്ട് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിനകത്തോട്ട് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരണം. കുക്കായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെന്ത് കുഴഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വിട്ട് കിടക്കാവുന്ന രീതിയിൽ അത്രയും നമുക്ക് മതി. ആ രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് തമ്മിലൊന്നും ഒട്ടാതെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരു സ്ട്രെയിനറിലോട്ട് പകർത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേമിയ ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് ജസ്റ്റ് കളർ മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉഴുന്നിൻ്റെ കളറ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവോള വലിയ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നാൽ മതി. അത്ര നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി.
അപ്പോൾ സവോള ഒന്ന് വഴന്നൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ബീൻസ്, ഇനി നമുക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാരണം ക്യാപ്സിക്കം വളരെ കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെന്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി സേമിയയ്ക്ക് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതിയാവും. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 വേവ് മതിയാവും. നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള വേവ് വരെ നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 75% നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം വഴറ്റിയാൽ മതിയാവും. ആ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാപ്സിക്കത്തിനും അധികം വേവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോടെ ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി മതി കേട്ടോ. ഒരു പിഞ്ച് കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സേമിയ കൂടി ചേർത്ത് ഇതിനകത്തോട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ പതിയെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ ഉപ്പുമാവ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണിത്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.